കപ്പ് ആരെടുത്താലും മേ ബി നോറയ്ക്ക് നല്ലൊരു അഭിനേത്രി നടിയുടെ അവാർഡ് ഏഷ്യാനെറ്റ് പുറത്തിറങ്ങുമ്പോൾ കൊടുക്കണം. വൈ? ബിക്കോസ് ലൈവിൽ നടന്ന ആൾക്കാർ കണ്ട ഈ ഒരു സംഭവം എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. എനിക്കറിയത്തില്ല അതെന്തുകൊണ്ടാണ് പർപ്പസ്ഫുള്ളി അതങ്ങോട്ട് മുക്കിയതെന്നുള്ളത്. കാരണം ആ പേപ്പർ എടുത്തുകൊണ്ട് പോയി കളയുന്നത് ലൈവിൽ കണ്ടിട്ടും അത് എപ്പിസോഡിൽ സംസാരിക്കുന്നില്ല. ഇപ്പോൾ വീക്കെൻഡ് എപ്പിസോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ വരുമ്പോൾ ഈ ഒരു സീസണിൽ ലൈവിൽ നടന്ന കാര്യങ്ങൾ എപ്പിസോഡിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ആരും ചോദിക്കാനില്ല. ഉള്ളി തിങ് ഈ പ്രേക്ഷകർ തന്നെ എന്താ കാണിക്കാതെ എന്താ ചോദിക്കാൻ എന്തായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാന്നല്ലാതെ ഇതിനകത്ത് വേറെ ഓപ്ഷനില്ല. പക്ഷേ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, അനു ഭയങ്കരമായിട്ട് വേഴ്സായി, ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ ലക്ഷ്മി അവിടെ നല്ലൊരു പാട്ട് അവിടെ ചെയ്തു. ലക്ഷ്മി പറഞ്ഞ കാര്യം ഒരു കാര്യം സത്യമാണ്. കാരണം അവിടെ വന്നിട്ട് അത് ഗെയിമാണ്. ഗെയിം കഴിഞ്ഞിട്ട് ഇഫ് എനിത്തിങ് ഹാപ്പൻസ് എല്ലാവർക്കും സൈബർ ബുള്ളിങ് ഫേസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ടും ലൈഫ് ഉണ്ട്, അത് സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ ഇവിടെ വന്നിരുന്ന് ഇത് കരയുക അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കുകയല്ല വേണ്ടത്. അപ്പോൾ അനു എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട് ഇങ്ങനെയാണ് സംഭവിച്ചത്, എല്ലാ രീതിയിലും സംസാരിക്കുന്നുണ്ട്. പക്ഷെ അനുവിനെ അവിടെ ആരും വിശ്വസിക്കുന്നില്ല. ആകെ ഇത്തിരി വിശ്വസിച്ചു എന്ന് പറയുന്നത് നെവിൻ മാത്രമാണ്. ആൻഡ് ഇവിടെ 2-3 കട്ടപ്പ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരാൾ ഇത്രയും വലിയൊരു നുണ പറഞ്ഞിട്ടാണ് പുറത്തോട്ട് പോയത്. അത് കഴിഞ്ഞിട്ട് അനുമോള് നൂറയുടെ അടുത്ത് പറയുന്നുണ്ട് സത്യം പറ, അത് കബോർഡിൽ വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും ഭയങ്കര അഭിനയവും എന്നെ ഒന്ന് വെറുതെ വീട്, എന്നെ ഇതിലൊന്നും ഇടപെടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് കരച്ചിൽ ബഹളം. അത് കഴിയുമ്പോഴേക്കും മറ്റേ തൂക്കിയെടുത്തുകൊണ്ട് നമ്മുടെ കലാപൻ ശാരികയും ശൈത്യവും കൂടി എടുത്തുകൊണ്ട് പോകുന്നു. കരച്ചിൽ വൻ നാടകം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. കള്ളി എന്ന് സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് ശരിക്കും കള്ളത്തരം എന്ന് പറയുന്നത്. കാരണം ഇവിടെ ആദിലെ സേഫാക്കാൻ നോക്കിയതാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. ഒരാളുടെ ലൈഫ് മുന്നോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരാളെ സേഫാക്കാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ആളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ്. അത് എത്ര ബേബി എന്ന് വിളിച്ചാലും എത്ര സ്നേഹം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതേപോലെ തന്നെ അനുമോള് വന്നിട്ട് ആ പേപ്പർ എടുത്ത് കാണിച്ച് നെവിനോട് പറയുമ്പോൾ ആ കൊച്ചു കരയുന്നുണ്ട്. നെവിൻ പറഞ്ഞു ഓക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അക്ബറിനോട് സംസാരിക്കുമ്പോഴും അക്ബർ വിട്ടുകൊടുക്കുന്നില്ല. കാരണം അക്ബറിന് കേൾക്കാൻ പോലും നിൽക്കണ്ട. ഓക്കെ, പിന്നെ പറയണു നമ്പർ കൊടുത്തതായിരിക്കും, പക്ഷെ ടോപ്പിക് ഇതാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അക്ബറിന് അനുമോളായിട്ട് ഓക്കെ അല്ല. ആൻഡ് ഒരാൾ തൊണ്ട തൊടാതെ അങ്ങോട്ട് വിശ്വസിച്ചേക്കാണ്. ഇതൊക്കെ എപ്പോഴും ഉൾട്ടടിക്കാൻ പോണെന്ന് അറിയാമോ? അക്ബർ വീട്ടിലെത്തി അക്ബറിൻ്റെ ഫാമിലി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ നമ്പർ മാറ്റിയത് ഈ സെയിം ഓൺ നമ്പേഴ്സാണ്. അതിലേക്ക് അനുവിൻ്റെ നമ്പറുമാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇങ്ങനത്തെ ഒരു സാധനം സംസാരിച്ചിട്ടില്ല എന്നുള്ളത് അക്ബറിൻ്റെ ഫാമിലി അക്ബറിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ. അപ്പോഴായിരിക്കും അക്ബറിന് സത്യം മനസ്സിലാവുക. എപ്പിസോഡിൽ ഈ സാധനം വൃത്തിക്ക് മുക്കി അത് എപ്പിസോഡ് മാത്രം കാണുന്ന ആൾക്കാരുകളാണെന്നുണ്ടെങ്കിൽ അതായത് ലൈവ് കാണുന്ന എപ്പിസോഡ് മാത്രം കാണുന്ന ആൾക്കാരുകളാണെന്നുണ്ടെങ്കിൽ അനുമോളെ ഈ ഒരൊറ്റ നൈറ്റോട് കൂടിയിട്ട് അനുമോളെ വെറുക്കും. അങ്ങനെ ഒരു ചാൻസസ് ഉണ്ട്. പക്ഷെ ലൈവും എപ്പിസോഡും കാണുന്നവരായതുകൊണ്ടാണ് ഈ സാധനം ലൈവിൽ കാണിക്കാത്ത. എന്താണ് ഇതിനു മുമ്പത്തെ പ്രാവശ്യവും ഒരു ഫൈറ്റ് വന്നിട്ട് ആ സാധനം എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല, അനുമോളും അക്ബറായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു സംഭവം കാണിച്ചില്ല. അത് ഓഫ്കോഴ്സ് നോറെ സേഫ് ആക്കാനും അനുമോളെ ഡീഗ്രേഡ് ചെയ്യാനും ഉള്ളതാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ഇവർ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് കാണിക്കാതിരിക്കുന്നത്? ഏഷ്യാനെറ്റ് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സാധനം കാണിക്കാതിരിക്കുന്നത്? ഇപ്പോൾ നാളെ എനിക്ക് പല കാര്യങ്ങളും അവർ കാണിക്കാതിരിക്കുന്നതിന് പല അർത്ഥങ്ങളുണ്ടെന്ന് അവരുടേതായ ഭാഗം ന്യായീകരിക്കുന്നു. പക്ഷെ ലൈവിൽ കണ്ട ഈ സാധനം എപ്പിസോഡിൽ പോകുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കില്ലേ? അതിലപ്പോൾ അവരുടെ ഉദ്ദേശം അനുമോൾ ഇങ്ങനത്തെ ഒരാളായിരുന്നു, അല്ലെങ്കിൽ അനുമോളോട് കുറച്ചുകൂടി ഹെയ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കില്ലേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്നൊക്കെ എൻ്റെ ഒരു തോന്നൽ കേട്ടോ. എനിക്കറിയത്തില്ല. എനിക്ക് പെട്ടെന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി സത്യം പറഞ്ഞു ഞാൻ. അത് മാത്രമല്ല എനിക്കൊരു ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാൻ പറഞ്ഞാണ് ആദില നോറ ക്യാരക്ടർ വിടാതെ സംസാരിക്കുന്ന ഒരാളാണെന്നുള്ളത്. പക്ഷെ ഞാനത് മാറ്റി. കാരണം എന്ന് വെച്ചാൽ ആദില പുറത്ത് പോയപ്പോൾ പറഞ്ഞത് ഏറ്റവും വലിയ നുണ. അതൊക്കെ പോരാണ്ട് എല്ലാം അറിയുന്ന നോറ അവിടെ ആദിലെ സേഫാക്കാൻ നോക്കി. ഒരു വ്യക്തി മുന്നിലിരുന്ന് കരഞ്ഞു പറഞ്ഞിട്ടും ഉള്ള കാര്യം തുറന്നു പ്ലീസ് നുണ പറയല്ലേ എന്ന് പറഞ്ഞിട്ട് അത്രയും കാല് പിടിച്ചു കരഞ്ഞിട്ടും അഭിനയിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ മനുഷ്യൻ നമുക്ക് എങ്ങനെ വിളിക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ മനുഷ്യന്ന് വിളിക്കാൻ പറ്റും? എന്നിട്ട് ആ ആൾ എന്നെ അകത്ത് പോയിട്ട് ടിഷ്യൂ പേപ്പർ എടുത്ത് കളയുന്നു. വൻ അഭിനയം എന്ന് പറഞ്ഞാൽ വൻ അഭിനയം. ഓസ്കാർ അല്ല, അതിലും വലിയൊരു അവാർഡ് കർമ്മ എടുത്ത് വച്ചിട്ടുണ്ട് അവർക്ക്. കാത്തിരുന്ന് കാണാം.